ഇരുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? സ്വപ്നവും ജാഗ്രതും ഉറക്കവും എന്നിൽ വന്നു പോയി, പക്ഷെ ഞാനെങ്ങും പോയില്ല. അതുകൊണ്ട് തന്നെ ഇവ വരികയും പോവുകയും ചെയ്യുന്ന അതിനിസ്സാര സംഭവങ്ങൾ. അതുകൊണ്ട് എന്തു വേണം? ഞാൻ മാത്രം സത്യം. സ്വപ്നത്തിൽ കണ്ടതും ജാഗ്രതയിൽ കണ്ടതും നിദ്രയിൽ അനുഭവിച്ചതും അസത്യം. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറഞ്ഞതുപോലെ, അല്ലയോ മൈത്രേയി, ആത്മാവാണെല്ലാം. അതിനെന്തു വേണം? ആത്മാവെന്താണെന്ന് അനുഭവിച്ചവരിൽ നിന്നും ആദ്യം അറിയൂ. ആത്മാവ അരേ ശ്രോതവ്യ, അനുഭവിച്ച ആളുകളിൽ നിന്നറിയണം. മന്തവ്യ, അവർ പറയുന്ന യുക്തികളിൽ കൂടെ അത് മനനം ചെയ്തുറപ്പിക്കണം. നിധിധ്യാസിതവ്യ, എവിടെയും അതിനെ തന്നെ കണ്ടുറപ്പിക്കണം. അതാണ് നിധിധ്യാസം. വെറുതെ കണ്ണുടച്ചിരുന്നാൽ പോരാ. അപ്പൊ കേട്ടു, അവർ പറഞ്ഞ യുക്തികൾ ചിന്തിച്ചു. എന്താ, എല്ലായിടത്തും ബോധമാണ്. കുഞ്ഞെ, ബോധമില്ലെങ്കിൽ ജഗത്തില്ല. അതുകൊണ്ട് ബോധമാണ് സത്യം. ഈ ബോധം ശുദ്ധ ആനന്ദമാണ്. അതിനെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മറച്ചിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യൂ, അത് കുറേശ്ശെ മാറ്റൂ. അപ്പോ ആ ആനന്ദബോധം തെളിഞ്ഞു വരും. എങ്ങനെ അറിയാം ഗുരു? ഞാനത് മാറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഇനി എന്താ സംശയം? കൃഷ്ണൻ തീർത്തു പറയുന്നു പലയിടത്തും, ഞാൻ ആ ബോധമാണ്, എനിക്കത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ പറയുന്നു, ഞാൻ 10,000 സൂര്യന്മാരെ പോലെ ആ സത്യത്തെ അനുഭവിക്കുന്നു. നീയും അനുഭവിക്കാൻ ഇതാണ് മാർഗം. ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും കളയണം. അതിനെന്താ മാർഗം? എല്ലാം ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കൂ. നല്ലതോ ചീത്തയോ അങ്ങനെ ഒന്നും വകതിരിക്കാതെ സർവം ബ്രഹ്മമയം. കിം കരണീയം കിം അകരണീയം സർവം ബ്രഹ്മമയം. എന്ത് ചെയ്യാൻ, എന്ത് ചെയ്യാതിരിക്കാൻ സർവം ബ്രഹ്മമയം. സദാശിവ ബ്രഹ്മേന്ദ്രർ ഇത് പാടി നടന്ന ആളാണ്. എന്നുവെച്ചാൽ അദ്ദേഹം പാടിയില്ല, നമുക്ക് വേണ്ടി എഴുതി തന്നിട്ട് അദ്ദേഹം അത് അനുഭവിച്ചു നടന്നു. ഗംഭീര സിദ്ധികളൊക്കെ ഉള്ള ആളാണ്. ഈ സിദ്ധികളിൽ മോഹിക്കരുത്. നമ്മൾ ഇന്നലെ ഡോക്ടർ സോമർലിന് ഒരു മുനി, ഹിമാലയത്തിലുള്ള മുനി, നല്ല ഇറച്ചി ഭക്ഷണവും പായസവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അത് എന്ത് വലിയ കാര്യം സാർ! എന്ത് വലിയ കാര്യമാണ് ഇറച്ചിയും പായസവും നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടെ? ഇത്രയല്ലേ ഉള്ളൂ. ഈ സിദ്ധിയൊക്കെ കിട്ടണമെങ്കിൽ ആ മുനി അതിനുവേണ്ടി ശ്രമിച്ച ആളൊന്നുമല്ല. അദ്ദേഹം സത്യം അനുഭവിക്കാനായിട്ട് ശ്രമിച്ചു. സമാധി പരിപക്വത വന്നു. അപ്പോൾ ഇത്തരം സിദ്ധികളൊക്കെ യാദൃച്ഛികമായി വന്നു ചേരും. നേരെ മറിച്ച് ഈ സിദ്ധി നേടണമെന്നും അത് നിലനിർത്തണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വളരെ കാലത്തെ ശ്രമം വേണം. നിലനിർത്താൻ വിശേഷിച്ചും വളരെ ശ്രമം വേണം. ആത്മാനുഭവം വേണമെന്നില്ല. വാസിഷ്ഠം വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നു. ആത്മാനുഭവമൊന്നും വേണ്ട സിദ്ധിക്ക്. അതിനുവേണ്ട ചില പ്രത്യേക തപസ്സുകളുണ്ട്, സാധനാനുഷ്ഠാനമുണ്ട്. പാതഞ്ജല യോഗസൂത്രം ഒരധ്യായത്തിൽ നിറയെ ഇത്തരം സിദ്ധികൾ നേടാനുള്ള സാധനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഭ്രമിച്ചു പോലെ. എന്നാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നാളെ പാതഞ്ജല യോഗസൂത്രം നോക്കിയാൽ മതി. അദ്വൈതമൊക്കെ വിടുന്നതിന് വിരോധമില്ല. പക്ഷെ എത്ര കിട്ടിയാലും കിട്ടുന്നത് ഇതൊക്കെ ഉള്ളൂ. ഇറച്ചിയും പാൽപ്പായസം നമുക്ക് വീട്ടിൽ 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരാൾ വെള്ളത്തിൽ കൂടെ നടന്നു ഗംഗയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചോദിച്ചു, നിങ്ങളിത് എത്ര കാലം ശീലിച്ചു? 40 കൊല്ലത്തെ എന്റെ പരിശ്രമം കൊണ്ട് നേടിയതാണ്. അയ്യോ മടയാ, 10 പൈസ കൊടുത്താൽ ഈ വള്ളക്കാരൻ നിങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോകില്ലേ? പിന്നെ നിങ്ങൾ എന്തിനെതിരെ? ഇതാണ് ഇതിന്റെ സത്യമേ. എന്ത് സിദ്ധി, ഇപ്പോൾ ആകാശഗമന സിദ്ധി വാസിഷ്ഠത്തിൽ അതിഗംഭീരമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരാൾ മദ്രാസിൽ പോകണം, അതിവേഗം അന്തർധാനം ചെയ്ത് മദ്രാസിലെത്തി. അതിപ്പോ ഇന്നിപ്പോ വിമാനത്തിൽ നമുക്ക് അവിടെ എത്താമല്ലോ. ഇതിനു വേണ്ടി ഈ 40 കൊല്ലവും 50 കൊല്ലവും ഒക്കെ ശ്രമിച്ച് ജീവിതം നഷ്ടപ്പെടുത്തണമെന്നുണ്ടോ? നേരെ മറിച്ച് ഈ സിദ്ധിയും കൊണ്ട് അവിടെ പോയാലും അയാളുടെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയാണ്.
ആകാശഗമന സിദ്ധിയിലൂടെ മദ്രാസിൽ ചെന്ന് കുറെ കൂടെ കഷ്ടപ്പെടാം. അല്ലാതെ വേറെ എന്താ? അതിന് ദൃഷ്ടാന്തം എന്താ? അംബരീഷനെ കൊല്ലാൻ ശ്രമിച്ച ദുർവാസാവിന്റെ കഥ നോക്കുക. അയാൾ എന്ത് ശ്രമിച്ചിട്ടായിരിക്കും ഒരു കൃത്യത ഉണ്ടാക്കാവുന്ന സിദ്ധി, ആകാശഗമന സിദ്ധിയേക്കാൾ വലിയ സിദ്ധി, ഒരു തലമുടിയെടുത്ത് തറയിലടിച്ചു. അപ്പോൾ ഗംഭീരമായ ഒരു കൃത്യമാണ്. അതുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് വാളുമായി അംബരീഷനെ കൊല്ലാൻ ചെല്ലുകയാണ്. ഇതാണ് രണ്ട് സിദ്ധിയുടെയും വ്യത്യാസം. അംബരീഷന് ഒരു സിദ്ധിയുണ്ട്. അംബരീഷന്റെ സിദ്ധി എന്താ? നൈഷ്കർമ്മ്യ സിദ്ധി, ബ്രഹ്മാനുഭവം. കൃത്തികയിൽ പോലും ബ്രഹ്മത്തെ മാത്രം കാണുന്ന സിദ്ധി. തന്നെ കൊല്ലാൻ വാളുമേന്തി വരുന്ന കൃത്തികയിലും ആ കൃത്തികയെ പുറപ്പെടുവിച്ച ദുർവാസാവിലും ബ്രഹ്മത്തെ മാത്രം കാണുന്ന സിദ്ധി. അങ്ങനെയുള്ള മരിച്ചുപോവില്ലേ സാർ? എന്ത് വിഡ്ഢിത്തമാണ് ഈ ചോദ്യം? ഞാൻ അഖണ്ഡ ബോധമാണ്. കൃത്തികയുടെ വാളോ ഒന്നും നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക. അഗ്നിക്കതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല, വാളിനതിനെ മുറിപ്പെടുത്താൻ കഴിയില്ല, ഒരു കൃത്യയ്ക്കും അതിനെ തൊടാൻ സാധ്യമല്ല. പിന്നെ അംബരീഷൻ എന്തിനു ഭയക്കണം? അതുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിന്ന സ്ഥലത്ത് തന്നെ നിന്നതാണ്. പക്ഷേ അത്തരം ബ്രഹ്മനിഷ്ഠന്മാരുടെ ശരീരം രക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ, എന്നുവെച്ചാൽ വീണ്ടും വല്ല പ്രാരബ്ധമുണ്ട്, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ നടത്തണം, അത് രക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ കാലം അങ്ങേയറ്റം അനുകൂലമായി അതിനെ രക്ഷിക്കും. വാസിഷ്ഠൻ പറയുന്നത് പരിസ്ഫുരതി യസ്യന്തർ നിത്യം സത്യചമത്കൃതി ബ്രാഹ്മമണ്ഡമിവാഖണ്ഡം ലോകേശാപാലയന്തിത്തം. ആരുടെ ഉള്ളിലാണോ വിചാരം കൊണ്ട് ഈ സത്യം വ്യക്തമായി സ്ഫുരിക്കുന്നത് വെച്ചാൽ അനുഭവിക്കുന്നത് ഒന്നേ ഉള്ളൂ, അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ ശരീരത്തെ നിൽക്കേണ്ടതാണെങ്കിൽ നിലനിർത്താൻ ലോകപാലന്മാർ പോലും കടപ്പെട്ടവരാണെന്നാണ്. ബ്രഹ്മാണ്ടത്തെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ ലോകപാലന്മാർ പോലും കടപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടതുവരെ ആ ശരീരം നിൽക്കുക തന്നെ ചെയ്യും, കാലം അനുകൂലമാവും. അതാണ് വിഷ്ണു നേരത്തെ തന്നെ അംബരീഷനെ രക്ഷിക്കാൻ ചക്രത്തെ ഏർപ്പാട് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നാണ്. അംബരീഷൻ അറിയുന്നില്ല. അംബരീഷൻ അറിയാതെ തന്നെ ആ അംബരീഷന് ഒരു കുഴപ്പവും വരാതെ നോക്കോളണം എന്ന് പറഞ്ഞ് ചക്രത്തെ സദാ ഉണർന്ന് വർത്തിക്കാൻ നിർദ്ദേശിച്ചയച്ചിരിക്കുകയാണ് വിഷ്ണു. അപ്പോഴാണ് ചക്രം പ്രത്യക്ഷപ്പെട്ട് കൃത്യയെ കൊന്നു. കഥ വായിച്ചു നോക്കുക. ആ ദുർവാസാവിനെ കൊല്ലാനായി ഓടിച്ചു. അപ്പോൾ ആ അംബരീഷന്റെ സിദ്ധിയാണോ ദുർവാസാവ് കൃത്യയുണ്ടാക്കിയ സിദ്ധിയാണോ വലുത്? ആലോചിച്ച് നോക്കുക. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ടി തപസ് ചെയ്ത് നേടുക. കൃത്യയുണ്ടാക്കിയ ആ ദുർവാസാവ് ഓടിയ ഓട്ടം ആലോചിച്ചാൽ, ഞാൻ ഈ അംബരീഷചരിതം കഥകൾ കണ്ടിട്ടുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുഴുവൻ കിടന്ന് ഓടുകയാണ് ഈ ദുർവാസാവ്. ചക്രം അതിന്റെ പുറകെ പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ സിദ്ധി. ഈ സാധാരണ സിദ്ധി ഉണ്ടാക്കുന്നവർ പ്രാണഭയം വരുമ്പോൾ ഓടും. നേരെ മറിച്ചൊരു ബ്രഹ്മനിഷ്ഠൻ ചലിക്കയില്ല അവിടുന്ന്. അദ്ദേഹത്തിന് ശരീരമില്ല. അത് പോയാലെന്താ? അത് എവിടെ പോവാൻ? ആരതിനെ ഇല്ലാതാക്കാൻ? അപ്പോ ഈ സിദ്ധിയാണോ വേണ്ടത്, മറ്റേ സിദ്ധിയാണോ വേണ്ടത്? അതൊക്കെ ആലോചിച്ച് ഞാനതെടുത്ത് പറയുന്നത്. ഇന്നലെയൊക്കെ കേട്ടപ്പോ അത് ഗംഭീരമാണല്ലോ, നമുക്കും അത് നേടിയെടുത്താൽ എന്താ എന്നുള്ള വിചാരം വരുന്നത് ദോഷമില്ല. പക്ഷെ ഈ സത്യത്തെ വിട്ടിട്ട് അത്തരം സിദ്ധികളെ ആശ്രയിക്കുന്നവരുടെ കഥ ഏറ്റവും കഷ്ടം. അതാണ് വിദ്യാരതന്മാർ അവിദ്യയെ ഉപാസിക്കുന്നവരെക്കാൾ കൂരിരുട്ടിൽ എന്ന് ഉപനിഷത്ത് പറയാനിടയായത് അക്കാരണത്താലാണ്. അതുകൊണ്ടാണ് നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടും, ഇതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുവതില്ല. കെടുമതി
മനുഷ്യന് ബുദ്ധി തന്നിരിക്കുന്നത് സത്യം കാണാനാണ്. പക്ഷേ ആ ബുദ്ധിയെ അസത്യ ജഡങ്ങളുടെ പിന്നാലെ നിരന്തരം പായിക്കുന്നവനാണ് കെടുമതി. അവന്റെ ബുദ്ധി നശിച്ചുപോയി. കൃഷ്ണൻ കൂടെ കൂടെ പറയും, അവൻ ബുദ്ധിഹീനൻ, അവന് ബുദ്ധി കിട്ടിയത് വ്യർത്ഥം. സത്യം അന്വേഷിക്കാതെ അസത്യത്തിന്റെ പിന്നാലെ പാഞ്ഞ് ഒടുവിൽ ഒന്നും നേടാൻ കഴിയാതെ ഇരുട്ടിൽ പതിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവൻ. നാസ്തി ബുദ്ധിരയുക്തസ്യ. സത്യം അന്വേഷിക്കാത്തവന് ബുദ്ധിയില്ല. കൃഷ്ണൻ പറയുന്നു, നാസ്തി ബുദ്ധിരയുക്തസ്യ നച അയുക്തസ്യ ഭാവന. സത്യം വ്യക്തമായി ബുദ്ധിക്ക് പിടികിട്ടാത്തവന് ബ്രഹ്മഭാവന സാധ്യമല്ല. ബുദ്ധിക്ക് വ്യക്തമായി സത്യം ശാസ്ത്രീയമായി തെളിഞ്ഞവൻ അറിയാതെ തന്നെ ബ്രഹ്മത്തെ ഭാവന ചെയ്യും. കാരണം ഈ മയക്ക് ബ്രഹ്മമാണ്, അഖണ്ഡബോധമാണ് എന്നാവർത്തിച്ച് ശാസ്ത്രവിചാരം ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. അതയാളെ വിട്ടുപോകില്ല. അയാൾ ആഗ്രഹിച്ചാൽ പോലും വിട്ടുപോകില്ല. അപ്പോൾ കാണുന്ന എന്തിലും ബ്രഹ്മത്തെ ഭാവന ചെയ്യാൻ ആദ്യം ബുദ്ധി കൊണ്ട് സത്യം വിചാരം ചെയ്ത് ഉറപ്പിക്കുന്ന ഒരാളിന് സാധിക്കും. അതാണ് നാസ്തി ബുദ്ധി അയുക്തസ്യ. സത്യം വിചാരം ചെയ്ത് ഉറപ്പിക്കാത്ത ആളിന് ബുദ്ധിയില്ല. നച അയുക്തസ്യ ഭാവന. അയുക്തന്, സത്യം ബുദ്ധിയിൽ ഉറപ്പുവരാത്തവന് ബ്രഹ്മമാണെന്ന ഭാവന സമയെ സമാശ്രയിച്ചുകൊണ്ട് ഇത് ബ്രഹ്മം എന്ന ഭാവന സാധ്യമല്ല. എന്നുവെച്ച അഭാവേത ശാന്തി. ഈ ബ്രഹ്മഭാവന ശീലിക്കാത്തവന് ഇവിടെ ശാന്തിയേ ഇല്ല. അവനേത് ചക്രവർത്തിയുമാവട്ടെ ആരുമാവട്ടെ, സത്യം ഉറപ്പിക്കാത്തവന് ഇവിടെ നച്ച അഭാവേത ശാന്തി. അശാന്തസ്യ കുതസുഖം. കൃഷ്ണൻ ചോദിക്കുകയാണ്, ഉള്ളിൽ ശാന്തിയില്ലാത്തവന് എന്ത് സുഖമാണ് അർജുന? അതുകൊണ്ട് നീ യുദ്ധം ചെയ്തോ, പക്ഷേ ഇക്കാര്യം നല്ലവണ്ണം ഭാവന ചെയ്ത് ഉറപ്പിച്ചോ. ഗുരുദേവൻ പറയുന്നു, ഇതൊരു കിനാവാണ്, ഇതുപോലെ തന്നെയാണ് നെടിയ കിനാവിത്. നിദ്ര പോലെ നിത്യം കെടും, ഇതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുവതില്ല. ബുദ്ധിയില്ലാത്തവന് ഇത് കാണാൻ പറ്റില്ല. കേവലത്തിൽപ്പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. കേവലത്തിൽപ്പെടുവതിനാൽ ഇവയിൽ ഒന്നിൽ ബുദ്ധി ഉറപ്പിച്ചിട്ട് അത് സത്യമെന്നവൻ തീരുമാനിക്കുന്നു. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മാറി മാറി അനുഭവിച്ചിട്ടും ജാഗ്രത് സത്യമാണ്. ജാഗ്രത് മാത്രമാണ് സത്യം. കേവലം എന്ന് വെച്ചാൽ ഒന്ന്. ജാഗ്രത് മൂന്നവസ്ഥകളുള്ളപ്പോൾ ഒന്നിനെ മാത്രം സത്യമെന്ന് കരുതി അതിൽ കിടന്ന് മുഴുകുകയാണ്, പരക്കം പായുകയാണ്. നേടാൻ വിരോധമില്ല. ഈ സത്യത്തെ കൂടെ കൂട്ടിക്കൊണ്ടാണെങ്കിൽ ആ പരക്കം പാച്ചൽ അത്ഭുതകരമായി രണ്ട് തലത്തിലും വിജയിക്കും. ഭൗതിക തലത്തിലും വിജയിക്കും. ഭാഗവതത്തിലെ വലിയ വലിയ ചക്രവർത്തിമാർ, ജനകൻ, ഋഷഭൻ, ഖഡ്വാങ്കൻ, ഇവരൊക്കെ ഭൗതിക തലത്തിലും ഇന്ദ്രനെപ്പോലും അമ്പരപ്പിച്ചു. അതേ അവസരത്തിൽ പൂർണ്ണ സത്യം കണ്ട് ധന്യരായി തീരുകയും ചെയ്തു. കെടുമതി കാണുവതില്ല, കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. അല്ലയോ മനുഷ്യ, ഈ മായ, അഖണ്ഡബോധത്തിൽ മായ അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള ശരീരങ്ങളെ, ജഡദൃശ്യങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കും മറയ്ക്കും. ഇത് അനാദികാലം മുതൽ നടന്നു വരികയാണ്. ഇത് വെറും മായ. ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും മറയുന്നില്ല. പണ്ടേ നടക്കും, ഇപ്പൊ പുതുതായിട്ട് വന്നതല്ല. എത്രയെത്ര ചക്രവർത്തിമാർ വന്നു പോയി. കോടയോ ബ്രഹ്മണാം യാതാഹ ഗത സ്വർഗപരമ്പര. കോടിക്കണക്കിന് ബ്രഹ്മാക്കൾ വന്നു പോയി കാലപ്രവാഹത്തിൽ. സ്വർഗപരമ്പര കടന്നുപോയി. ചരിത്രമൊക്കെ വായിച്ചു നോക്കുക. ചക്രവർത്തിമാർ തന്നെ പ്രയാത പാംസുവദ്ഭൂപാഹ, പൊടിപടലം പോലെ ചക്രവർത്തിമാർ, രാജാക്കന്മാർ കടന്നുപോയി. ഇത് ജനകൻ ചിന്തിക്കുന്നതാണ്.
കാഗതിർ മമ ജീവിതത്തെ, എന്റെ അല്പകാലത്തേക്കുള്ള ജീവിതത്തിൽ എന്ത് ഗതിയാണ് എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ബ്രഹ്മാന്വേഷണം ഉറപ്പുവരുത്തുകയാണ് ജനക ചക്രവർത്തി. അതുപോലെ ഗുരുദേവൻ പറയുകയാണ്, ഇതിങ്ങനെ നടക്കും. കടലിലെഴും തിര പോലെ കായം ഓരോന്നുടനുടൻ ഏറി ഉയർന്നമർന്നിടുന്നു. അനാദികാലം മുതൽ ഈ മായ ഇന്ദ്രജാലം നടക്കുകയാണ്. ആ ഇന്ദ്രജാലികൻ അഖണ്ഡബോധം പരമാത്മാവ്, ആ ഇന്ദ്രജാലികന്റെ കളി എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അദ്ദേഹം വാസ്തവത്തിൽ കളിക്കുന്നില്ല. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നും. കടലിലെഴും തിര പോലെ, എന്നാ കടലിൽ തിര ആരംഭിച്ചത്, എന്നാണ് അവസാനിക്കുന്നത്. കടലുള്ള കാലത്തോളം തിര പൊന്തും, അവസാനിക്കും, വീണ്ടും പൊന്തും, അവസാനിക്കും. പക്ഷെ വെള്ളമല്ലാതെ മറ്റ് യാതൊരു വസ്തുവും അവിടെ ഇല്ല. കടലിലെഴും തിര പോലെ കായം ഓരോന്ന്, ഓരോ കായം ശരീരം ദൃശ്യം. അമീബ മുതൽ അല്ലെങ്കിൽ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ സംശയം വേണ്ട. ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും ഒക്കെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും കഴിയുന്നവരാണ്. നാമരൂപങ്ങളാണോ ഉണ്ടായും മറഞ്ഞും കഴിയുന്ന ഭ്രമദൃശ്യങ്ങൾ. അങ്ങനെ കടലിലെഴും തിര പോലെ കായം ഓരോന്നുടനുടൻ ഏറി ഉയർന്ന് അമർന്നിടുന്നു. അങ്ങനെ പൊന്തുന്നു, കുറച്ച് നിലനിൽക്കുന്നു. അതാണ് ഏറി ഉയർന്ന് അമർന്നിടുന്നു, തിരിച്ചു ലയിക്കുന്നു. കടലിൽ തിര ഏറുന്നു, സ്വല്പനേരം ഉണ്ടെന്ന് തോന്നുന്നു, അമരുന്നു, വീണ്ടും വരുന്നു. മുഴുവൻ ആവർത്തനം ഗീതയും വ്യക്തമായി പറയുന്നു. ബ്രഹ്മാവ് മുതൽ സകലതും ആവർത്തനം. ജഡദൃശ്യങ്ങൾ വെറും ആവർത്തനം. മുടി ഇതിനെങ്ങ്, ഈ ചോദ്യം ഒക്കെ നല്ല 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 പച്ച മലയാളത്തിലുള്ള രസികൻ പദ്യം. ഇതിനെവിടെ അവസാനം? ഈ ഇന്ദ്രജാലത്തിന് അവസാനമില്ല. നമ്മൾ അതിൽ പെട്ടുപോകരുതെന്ന് മാത്രം. ഇന്ദ്രജാലമാണെന്നറിയണം. ഐന്ദ്രജാലികനെ കണ്ടെത്തണം. നമ്മളാണ് ആ ഇന്ദ്രജാലികൻ. അതല്ലേ കണ്ടെത്തുമ്പോഴെന്താ? ആ ഇന്ദ്രജാലികൻ നമ്മൾ തന്നെ. അവിടെ ഒരു ഇന്ദ്രജാലവും ഇന്നുവരെ നടന്നിട്ടില്ല. ഐന്ദ്രജാലികന് ഒരു ഇന്ദ്രജാലവും നടക്കുന്നില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് യുദ്ധം കാണിച്ചു കൊടുക്കും. ഐന്ദ്രജാലികന് യുദ്ധമൊന്നുമില്ല. അങ്ങനെക്കത് കാണാനും സാധ്യമല്ല. അദ്ദേഹത്തിന് യുദ്ധവുമില്ല. അദ്ദേഹം ഇങ്ങനെ നിന്ന് സങ്കല്പിക്കും, മറ്റുള്ളവരൊക്കെ കാണട്ടെ, അവർ കാണും, അത്രയേ ഉള്ളൂ. മുടിവിതിനെന്ന് ഇതു ഹന്ത മൂല സംവിത്കടൽ. ഗംഭീരമായ ഒരു പദമാണ് അഖണ്ഡബോധ ബ്രഹ്മം. ആദിയിലുണ്ടായിരുന്ന മൂല സംവിദ്ബോധം. സംവിധ എന്ന് വെച്ചാൽ ബോധം. സംവിത്കടൽ ബോധസമുദ്രം. മൂല സംവിത്കടലിൽ അജസ്രവുമുള്ള കർമ്മം അത്രേ. ഈ ഇന്ദ്രജാലം അതിൽ എപ്പോഴും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മമാണ്. അങ്ങനെയാണോ സാർ? എപ്പോഴും നടക്കുന്നുണ്ടോ? അതേ മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ആ മരുഭൂമി അറിയാത്തവർ ചെന്നാൽ എപ്പോഴും കാനൽ ജലം കാണും, എപ്പോഴും. പക്ഷെ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇത് മരുഭൂമി ഉണ്ടായ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാനൽ ജലഭ്രാന്തി. അതുപോലാണ് ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചഭ്രാന്തി. ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ, യാതൊരു സംശയവും വേണ്ട. വേദാന്തത്തിന്റെ പെരുമ്പറഘോഷമാണ്. ഇതിനപ്പുറം ഒരു സത്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല. ഈ സത്യത്തിൽ സംശയിക്കുന്നവർ ദുഃഖിച്ച് ഒന്നും പിടികിട്ടാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ഏത് ചന്ദ്രനിൽ പോയാലും ശരി, സൂര്യനിൽ പോയാലും ശരി. അക്കാര്യത്തിൽ വേദാന്തിക്ക് ഒരു സംശയവുമില്ല. മുടി ഇതിനെന്ന്
ഇതിനെവിടെയാണ് അവസാനം? ഹന്ത ആശ്ചര്യം, ആശ്ചര്യം ഹന്ത. മൂലസംവിത്കടലിൽ ആ അഖണ്ഡ ബോധബ്രഹ്മത്തിൽ അജസ്രവുമുള്ള കർമ്മമത്ര എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇന്ദ്രജാല പ്രക്രിയ. ആരെ സംബന്ധിച്ച്? അതുണ്ടെന്ന് തോന്നുന്നവരെ സംബന്ധിച്ച്. സത്യം കണ്ടവർക്ക് ഒരു ഇന്ദ്രജാലവുമില്ല. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്തിൽ എന്തെന്തൊക്കെയുണ്ടോ അവയൊക്കെ ഈശനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. തേന തെക്തേന പുഞ്ചീത. അതുകൊണ്ട് നാമരൂപങ്ങളെ ഉപേക്ഷിച്ച് എല്ലാ നാമരൂപങ്ങളിലും വസ്തുവിനെ അനുഭവിച്ച് വസ്തുവിനെ കണ്ട് ആനന്ദം അനുഭവിക്കൂ. തെക്തേന പുഞ്ചീത എന്നല്ലേ ഈശാവാസ്യം നമ്മോട് പറയുന്നത്. ആ സത്യം ഉൾക്കൊള്ളാനും അത് സർവത്ര കണ്ട് ജീവിതം ധന്യമാക്കാനും ആത്മോപദേശം പോലുള്ള പുസ്തകം എല്ലാ പദ്യത്തിലും ഇത് ആവർത്തിച്ച് ഭ്രമം സത്യം, അഖണ്ഡബോധം ബ്രഹ്മം മാത്രം സത്യം. നിങ്ങൾ ആ സത്യത്തെ എവിടെയും കണ്ടെത്തൂ, എവിടെയും അനുഭവിക്കൂ എന്ന് നമ്മെ ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന ഉജ്ജ്വലമായ ഒരു കൃതിയാണ് ആത്മോപദേശതകം. നമുക്കതിനുള്ള കരുത്ത് ജഗദീശ്വരൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.